യെസ്, ഒസാമ ബിൻ ലാദൻ സ്പീക്കിംഗ്. ഞാൻ പറയുന്ന വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതം. ശ്രദ്ധിക്കുക, താഴേക്ക് ഇറങ്ങിയാൽ ഇടത് സൈഡിൽ ഒരു ബ്ലോക്ക്, അതുവഴി പോകരുത്. ഇടത്തേക്ക് തിരിയുക, അവിടുന്ന് നേരെ താഴേക്ക് പോയാൽ മുകളിൽ ഇരിക്കുന്ന കലൂലു മുയലിന് താഴെ ഇരിക്കുന്ന ക്യാരറ്റ് എത്താനുള്ള വഴി കാണിച്ചു കൊടുക്കാം. ഓക്കെ? യെസ്, ഒസാമ ബിൻ ലാദൻ. ദൗത്യ സക്സസ്. എന്താ ദൗത്യ സക്സസ്? ബോസ് രാവിലെ പറഞ്ഞില്ലായിരുന്നു മലക്രിക്കറ്റ് അടിച്ചു മാറ്റിക്കൊണ്ടുവരാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ബോസ് അല്ലേ രാവിലെ പറഞ്ഞ മലക്രിക്കറ്റ് മോട്ടിച്ചോണ്ട് പോകാൻ? ഇതാണ്ട ആണ്ട്രാ, മിലിറ്ററിക്കാരെ കിറ്റ് മോട്ടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ മലക്കറി കിറ്റ് മോട്ടിച്ചോണ്ട് വന്നേക്കുന്നത് പട്ടി. അയ്യോ, അതായിരുന്നു മാറിപ്പോയി. നിങ്ങൾ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. നിങ്ങളെങ്കിൽ ഇവിടെ ഉള്ള പാവപ്പെട്ടവരൊക്കെ ഉപദ്രവിക്കുന്ന ഭയങ്കര പരാതിയാണ്. ആരും ഉപദ്രവിച്ച്? അതാണ്ട് ആ മഞ്ഞുമലയുടെ താഴെയുള്ള ബാബു ഇന്നലെ എന്റെ മുമ്പിൽ വന്നിരുന്ന് കരയായിരുന്നു. ബാബുവാ, അവനെ കൊല്ലണം. അവനെ എടാ, കാര്യം ഒന്നും നിനക്കറിയാമോ? നമ്മുടെ ഈ തീവ്രവാദി ക്യാമ്പിൽ എന്തൊക്കെ മൃഗങ്ങളുണ്ട്? അത് കുറെ ചീങ്കണ്ണികളുണ്ട്, പരുന്തുകളുണ്ട്, കഴുകന്മാരുണ്ട്, മുതലുകളുണ്ട്. ഇതിനെയൊക്കെ കണ്ടിട്ട് അവൻ എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുവാ, ഹലോ പെറ്റ് ഷോപ്പ് അല്ലേ, ലാബർ ഡോഗിന്റെ ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന്. കൊല്ലട്ടാടാ പട്ടിയെ. ഞാൻ അവനെ തോക്കെടുത്ത് വെടിവെച്ചു. എങ്ങനെ? തോക്കിന്റെ പാത്തിക്ക് അടിച്ചു. ആര്? അവൻ എന്നെ. ഇപ്പൊ നിന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയ. പിന്നെ ബോസ്, അടുത്ത ആക്രമണത്തിനുള്ള മാപ്പ് റെഡി ആയിട്ട്. വെരി ഗുഡ്. ഇതെന്താ ഇത്? മാപ്പ് ഇതാര് വരച്ചത്? ഞാൻ. ഇതാര് ഇതുവഴി പോണം? നിങ്ങള്. എടാ, എന്റെ വീട്ടിൽ പോയുള്ള ബസ്സിന്റെ ബോർഡ് 3 വട്ടം നോക്കിയിട്ട് കയറുന്നവനാ ഞാൻ. ഞാൻ അതിലൂടെ പോകാൻ പോകുന്നത്. ഇത് ഇവിടുന്ന് ഇവിടം വരെ ഒരു വരവരച്ചോണ്ട് പോവാ. ഒസാമ ബിൻ ലാദൻ അതുവഴി പോയിരിക്കും. ഒസാമ ബിൻ ലാദൻ. ശരിക്കും നിങ്ങൾ ആരാണ്? ഓച്ചറ ഉത്സവത്തിന് പിന്നൊഴിക്കുന്ന മാധവ. അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാം ബോസ്. എനിക്ക് അറിയാൻ വേണ്ടി നോക്കിയാണ്. നമ്മൾ കുറെ നാളായി കാട്ടി ഒളിച്ച് താമസിക്കുന്നത്. അപ്പുറത്ത് ലക്ഷങ്ങൾ മുടക്കി ബംഗ്ലാവ് പണിഞ്ഞിട്ടിട്ടില്ലേ? എടാ, അവിടെ ഒരുപാട് ആൾക്കാർ നുഴഞ്ഞു കയറുന്നുണ്ട്. തോക്കല്ലിരിക്കുന്ന അടുത്ത് വെടിവെക്കണമെന്ന്. ഈ തോക്കെടുത്ത് വെടിവെക്കാനാ? ഇതെടുത്ത് ഞാൻ വെടിവെച്ച് ഇതിന്റെ ഉണ്ട എന്ന് കൊണ്ട് അവൻ ഇക്കളായി സൂചിച്ചിട്ട് അവൻ എന്റെ അടുത്തൊന്ന് പറയാ, ഇനിയും മാമ, ഇനിയും മാമ, ഇനിയും മാമാന്ന്. ചമ്മിപ്പോലടാ നമ്മള്. പിന്നെ എന്തിനാ ബ്ലങ്കാവ് ഒക്കെ അവിടെ ഇട്ടേക്കുന്നത്? ബ്ലങ്കാവ്, ബംഗാവ് അതല്ലേ? എടാ, പറഞ്ഞു തരാം. അവിടെ മിലിറ്ററിക്കാർ ഏത് സമയവും ആക്രമണത്തിന് വരാം. ഞാൻ എന്റെ ബുദ്ധി പ്രയോഗിച്ചു. അവിടെ മൊത്തം ഞാൻ ബോംബ് വെച്ചിട്ടുണ്ട്. മിലിറ്ററിക്കാർ അവിടെ എത്തുമ്പോൾ എനിക്ക് സിഗ്നൽ കിട്ടും. ഞാനിപ്പോൾ ഈ റിമോട്ടിൽ ഇങ്ങനെ വിരലമർത്തും. മിലിറ്ററിക്കാരെല്ലാരും വെട്ടി പോക. ഈ റിമോട്ടല്ല, ഇത് ടിവിയുടെ റിമോട്ട്. മറ്റേ റിമോട്ട് ഇവിടെ കാണണം. ഇവിടെ എന്തോന്നൊരു കരിഞ്ഞ മണം. എന്തോന്നൊരു ഞെക്കിയത്? ഇത് വിളങ്ങാണ്ട് കിടന്ന റിമോട്ടിന്റെ പച്ച സ്വിച്ച് പിടിച്ച് ഞെക്കി കൊടുത്തു. ഞെക്കിയാ? അപ്പൊ കിടപ്പാടം പോയി കിട്ടി. എനിക്കറിയായിരുന്നു. അല്ല ബോസ്, ഒരു കാര്യം ചോദിച്ചു. എനിക്കിങ്ങ് തരിക്കുന്നു. നമുക്ക് നേരെ ഇറങ്ങിയിട്ട് മിലിറ്ററിക്കാരെ അങ്ങ് വെല്ലുവിളിച്ചാലോ? അതൊക്കെ പറയടാ. അവരെങ്ങനെ കേട്ടോണ്ടല്ലോ. അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ജീപ്പിൽ എല്ലാം കൂടി ഇഞ്ഞ് വരും. എന്നിട്ട് ഈ ബജി വരുന്ന കണ്ണാപ്പ കണ്ടിട്ടുണ്ടോ? അതുപോലെ വെടിവെച്ച് ശരീരം അരിപ്പാക്കി കളയും. ആണോ? പിന്നെ അങ്ങനെ കൊണ്ട് പിന്നെ ഈ മിലിറ്ററിക്കാരൊക്കെ എന്ത് ഉപദ്രവിച്ചാലും ബോസിന്റെ അടുത്ത് എത്തുമ്പോൾ എനിക്കൊരു സമാധാനം. എപ്പോഴും ബോസിന്റെ മുഖത്ത് ആ ചിരിയുണ്ട്. അയ്യോ, അത് ചിരിക്കുന്നതല്ല, മിലിറ്ററിക്കാർ കൊണ്ടുപോയി വാവലിച്ച് കീറിയതാ. അതായിരുന്നു. അല്ല, അവര് കൊണ്ടുപോയാലും കുഴപ്പമില്ല. കഴിച്ച സൈനൈഡ് ഇല്ലേ, ഇത് കഴിച്ചാൽ മരിക്കും. വലിക്കും. ഇത് സൈനൈഡ് അല്ലത്. പിന്നെ എടാ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കുറയും. അപ്പൊ ഇങ്ങനെ നക്കാൻ വേണ്ടി പെണ്ണുമ്പോൾ ഉണക്കമുന്തിരി കെട്ടി തൂക്കിയിട്ടേക്കുന്ന. എനിക്ക് തല്ലാർക്കുന്ന എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും നാക്കണം. അല്ല പിന്നെ ബോസേ, എനിക്ക് അങ്ങ് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് നേരെ അതിർത്തി ചെന്നിട്ട് കുറെ മഞ്ഞുമലകൾ അങ്ങ് കൈയടക്കിയാലോ? എന്നിട്ട് നാളെ രാവിലെ ഞാൻ ഈ തോക്കും വിറ്റ് ഒരു മണിയായിട്ട് ഇറക്കാം. ഒസാമ ബിൻ ഐസേ, ഒസാമ ബിൻ ഐസേ, ഒസാമ ബിൻ ഐസേ. എടാ, നമുക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് ആക്രമണങ്ങൾ നടത്തണം. എന്നാൽ നമുക്ക് പേര് വരും. നിന്നെ കൊണ്ടൊരു പുലിനെ കൊള്ളത്തില്ല. നിന്റെ ഒരു മാമൻ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച വന്ന, ഗംഭീരമായിരുന്നു. ആ മാമൻ ഒന്നുകൂടെ വിളി. വേണ്ട, മാമനെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചല്ലേ, ഇനി വേണ്ട, കളഞ്ഞേക്ക്. ഡിസ്പോസിബിൾ ഗ്ലാസ് ഇറങ്ങിയിട്ടുള്ളൂ, ഡിസ്പോസിബിൾ മാമ ഇറങ്ങിയിട്ടില്ല ഉപയോഗിച്ചിട്ട് കളയാനായിട്ട്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനത്തെ കാര്യം പറയട്ടെ, ഒരാഴ്ച നീ ലീവ് ചോദിച്ചു. നീ 1 മാസം കഴിഞ്ഞാണ് വന്നത്. അതിന്റെ ഉത്തരം നീ കമ്പനിയിൽ പറഞ്ഞേ പറ്റൂ. സംഭവം ഞാൻ ഒരാഴ്ചത്തെ വർക്കിന് തന്നെ പോയത്. ഞാൻ എന്തോ ഇത് ഇവിടെ കിടന്ന ആണുടുമ്പില്ലേ, ഇതിനെ എടുത്തോണ്ട് നേരെ ഇന്ത്യൻ മിലിറ്ററി ഓഫീസിൽ പോയി. എന്തിനു? അതാകുമ്പോഴത്തേക്ക് മറ്റേ വലിയ മതിലില്ലേ, മതില് അതാകുമ്പോഴത്തേക്ക് ഉടുമ്പിന്റെ അരയിലും കെട്ടി ഒരു കയറ് എന്റെ അരയിലും കെട്ടിയിട്ട് ഉടുമ്പിന്റെ അടുത്ത് ഞാൻ ആ ഭിത്തിയിലോട്ട് എറിഞ്ഞു. അപ്പൊ ഉടുമ്പ് ഇങ്ങനെ പറ്റിയിരിക്കും. ഞാനിങ്ങനെ ഈ ആണുടുമ്പിൽ ഇങ്ങനെ കേറി പകുതി എത്തിയപ്പം എവിടുന്നാന്നറിഞ്ഞൂടെ ഒരു പെണ്ണുടുമ്പ് വന്ന് ഈ ആണുടുമ്പ് എന്നെ കൊണ്ട് അതിന്റെ പുറകെ പോവാ. ഈ ഹൈഡ്രജൻ ബലൂണും കൊണ്ട് പിള്ളേർ പോത്തില്ല, അത് കണക്ക് ഇങ്ങനെ പോവാ. അവസാനം ഞാൻ ചെന്ന് പെട്ടതേ പരുന്തുംകൂട്ടില്ല.
ഒരു മാസം പരുന്തിന്റെ ആയായിട്ട് ഞാൻ ജീവിക്കുമായിരുന്നു. അവരെ ഈ പരുന്താമ്പഴത്തെ വല്ല കൊത്തിപ്പറക്കി കൊണ്ടുതരും, അതും തിന്നങ്ങ് ജീവിക്കും. ഇത് പറഞ്ഞപ്പോഴാ ഭയങ്കര വിശപ്പ്. ഞാൻ ഇന്നലെ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയായിരുന്നല്ലേ? നിന്റെ ബക്കറ്റ് ചിക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു? അത് കാരണം ഞാനിപ്പോ രാവിലെ പോയിട്ട് മൊന്ത വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ബക്കറ്റ് ചിക്കൻ. പിന്നെ ബോസിന്റെ ഈ താടി കാണുമ്പോ എനിക്ക് അങ്ങ് അസൂയ കേട്ടോ. കാരണം എന്ത് രസമാണെന്നറിയോ ബോസിന്റെ താടി. ഈ താടിയും മുടിയും തീവ്രവാദികളുടെ ഐഡന്റിറ്റിയാണ്. ഞാനാണെങ്കിൽ എത്ര വട്ടം ചെയ്തെന്നറിയോ, അതാണ്ട് എന്നിട്ട് ഈ പന്നി നെയ്യൊന്നും തേച്ചിട്ട് നടക്കുന്നില്ലെന്ന്. ഇതിങ്ങനെ വളർത്തണം, നല്ല രസമുള്ളൂ. ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ രാത്രി കിടന്നുറങ്ങുമ്പോ ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഊരി ഇതിങ്ങനെ ഊരിയിട്ട് ആണി തൂക്കിയിട്ടിട്ട് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാം. നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങാണ്. ആ VIP വരാൻ സമയമായി. എന്റെ അരയിൽ ടൈം ബോംബൊക്കെ സെറ്റ് ചെയ്തേക്കല്ലേ? മറന്നുപോയി. എടാ 12 മണിക്ക് അത് പൊട്ടും. അതിന് മുമ്പ് നീ VIP ക്യാമ്പിൽ ഇടിച്ചു കയറുന്നു, അവരെ പേടിപ്പിക്കുന്നു. 11:30 മണിക്ക് തിരിച്ചു വരുന്നു. 12 മണിക്ക് മുമ്പ് എത്തില്ലെങ്കിൽ നിന്റെ കാര്യം കട്ടപ്പോകാം. 12 മണിക്ക് ടൈം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പൊ സമയം എത്രയായി? അയ്യോ, അതാണ് പ്രശ്നം. എന്തോന്ന്? എനിക്ക് സമയം നോക്കാൻ അറിഞ്ഞൂടാ. സമയം നോക്കാൻ അറിയാത്ത നിങ്ങളാണ് ടൈം ബോംബ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എന്നാലും ഏകദേശം എത്ര മണിയായെന്നൊന്ന് പറ. അത് പിന്നെ അതും പ്രശ്നമാണല്ലോ. ഒരു ചെറിയ സൂചി കാണാനില്ല. അയ്യോ, 12 മണി.